ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ചിന്തിപ്പാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ദാനം ചെയ്തതുകൊണ്ടാണ്. ദൈവകൃപയില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ മേൽ കൃപ ദാനം ചെയ്തതുകൊണ്ടാണ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് ശുശ്രൂഷ തന്നത്? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. രണ്ടാമത് എഫേസ്യ ലേഖനം 3:8 പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ മേൽ കൃപ വർഷിക്കുന്നത് യേശുവിനെ ഉയർത്താനാണ്. യേശുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. 3:9 നമ്മൾ കാണുന്നത്, പ്രകാശിക്കാൻ പ്രസംഗിക്കുന്നത് ഭാഷ കൊണ്ടോ പ്രകാശിക്കുന്നത് യേശുവെ പോലെ ആകണം എന്ന് വെച്ചാൽ യേശുവെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം പ്രകാശിക്കണം, പിന്നെ പ്രസംഗിക്കണം, ഭാഷ കൊണ്ട് പ്രസംഗിക്കണം, യേശുവിനെ ഉയർത്തി ജീവിക്കണം. നാം നമ്മെ തന്നെ ഉയർത്തുന്നവരായി തീരാതെ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. അതാണ് വിളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വത്തോ സമ്പത്തോ പണമോ ഒന്നും ഉണ്ടാക്കാനല്ല, ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ ഉയർത്തി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ.